വശാലും ടൂ വീലറിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്, എടുത്തുകൊണ്ട് പോകുമ്പോൾ എടുത്ത് തോളിൽ കിടത്തി കൊണ്ടുപോകാൻ അനുവദിക്കരുത്. ഇതെല്ലാം മണ്ടത്തരാണ്. ആൻറ്റിവനത്തിൽ റിസർച്ച് പുനർനിർമ്മിക്കേണ്ട കാലം കഴിഞ്ഞു. ഹംപിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന അണലി വർഗത്തിൽപ്പെട്ട ഒരെണ്ണം പാമ്പുണ്ട്. ഇതുവരെ അപകടമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കടിയേറ്റ് 4 പേരാണ് നമുക്ക് 2024-2025 മരണപ്പെട്ടത്. പാമ്പ് ഒരുപാട് വാഹനങ്ങളിൽ വരുന്നതാണോ, ഇനി ആരെങ്കിലും കൊണ്ട് പിടിക്കുന്നവർ ഉപേക്ഷിക്കുന്നതാണോ ഒന്നും നമുക്കറിയില്ല. 2 വയസ്സുള്ള കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹംപിനോസർ പിറ്റ് വൈപ്പറിൻ്റെ കടിയേറ്റ് സീരിയസ് ആയിരുന്നു. സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തി പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളുടെ നിരക്ക് കൂടുകയാണ്. 8 വയസ്സുകാരൻ മുതൽ 75 വയസ്സുള്ള വയോധിക വരെയുള്ളവരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരിച്ചത്. നമ്മളോടൊപ്പം പാമ്പുകളെ പറ്റി ആഴത്തിൽ അറിവുള്ള വാവ സുരേഷ് കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെയാണോ ഇപ്പോൾ ഇത്തരത്തിൽ ഈ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കൂടുന്നത്? പാമ്പ് കടിയേറ്റ് മരണം കൂടുന്നത് വേനൽക്കാലം ആയതുകൊണ്ടല്ല മാത്രമല്ല, ഇതിനേക്കാളും ചൂടുള്ള കാലഘട്ടങ്ങൾ നമ്മൾ തരണം ചെയ്ത് പോയിട്ടുണ്ട്. ആ സമയത്തൊന്നും നമുക്ക് ഇതുപോലത്തെ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് 2-3 കാരണങ്ങൾ. ഒന്ന്, ഞാൻ പറയുന്നത്, എനിക്ക് എൻ്റെ ഇപ്പോൾ 35 വർഷത്തെ യാത്രകളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, എനിക്ക് തിരുവനന്തപുരം സിറ്റി പോളിനടുത്ത് സിറ്റിക്കകത്ത് ഇത്രയും വണ്ടി വാഹനങ്ങളുള്ള സ്ഥലത്തു നിന്നൊക്കെ മൂർഖൻ പാമ്പുകളുടെ കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 3-4 വർഷത്തിനിപ്പുറം ധാരാളം മൂർഖൻ പാമ്പുകളെ കിട്ടുന്നുണ്ട്. അത് കിട്ടുന്ന കുഞ്ഞുങ്ങളല്ല കിട്ടുന്നത്, എല്ലാം വലിയ സൈസുള്ള പാമ്പുകളാണ് കിട്ടുന്നത്. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാത്രമല്ല അവിടെ നമുക്ക് വലുത് കിട്ടാൻ സാധ്യതയുള്ളൂ. കുഞ്ഞുങ്ങൾ ഇതുവരെ കിട്ടാതെ വലിയ പാമ്പുകളെ മാത്രം കിട്ടുന്നു. അതിപ്പോൾ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊന്നും നമുക്കൊരിക്കലും പഠനങ്ങളോ ഒരു അന്വേഷണമോ ഒന്നുമില്ല. എന്നാലും പാമ്പിൻ്റെ സാന്നിധ്യം കൂടിയിട്ടുണ്ട്. അതൊരിക്കലും പാമ്പ് ഭൂമിയിൽ ഉണ്ടായി വരുന്നില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് പാമ്പുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇന്ന് വരെ ഇവിടെ ഒരു പാമ്പ് കടിയിട്ട് ഒരാൾ പോലും, ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ രാത്രിയിലും പകലും ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എങ്ങും ഒരു പാമ്പടി റിപ്പോർട്ട് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പാമ്പടി കിട്ടുന്ന അത്ര സിറ്റിക്കകത്തും ഗ്രാമങ്ങളിൽ ആൾക്കാർ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിലുമാണ്. അപ്പോൾ വേനൽ കൂടുന്നതുകൊണ്ടൊന്നല്ല പാമ്പുകൾ കൂടുന്നത്, പാമ്പിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ടുമല്ല. പാമ്പ് ഒരുപാട് എന്താ പറയുക, വാഹനങ്ങളിൽ വരുന്നതാണോ, ഇനി ആരെങ്കിലും കൊണ്ട് പിടിക്കുന്നവർ ഉപേക്ഷിക്കുന്നതാണോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും പാമ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പാമ്പുകളുടെ എണ്ണം കൂടുന്നു. ഇപ്പം എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ മാത്രമല്ല പാമ്പടിയേറ്റ് കുട്ടി മരണപ്പെട്ടത്. കഴിഞ്ഞ 4-6 ദിവസങ്ങൾക്ക് മുന്നേ എന്താ പറയുക, കോഴിക്കോട് ജില്ലയിൽ ഒരു കൊച്ചുകുട്ടി 2 വയസ്സുള്ള കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹംപിനോസർ പിറ്റ് വൈപ്പറിൻ്റെ കടിയേറ്റ് സീരിയസ് ആയിരുന്നു. ഒരു 2 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ കോരാണിക്കടുത്തൊരു അമ്മ അണലിയുടെ കടിയേറ്റ് മരണപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് കടിയേറ്റ് മരണപ്പെടുന്നത് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വാർത്തകൾ വരുന്നില്ല. കുട്ടികൾക്ക് കടി കിട്ടുമ്പോൾ മാത്രമാണ് വാർത്തകൾ വരുന്നത്. മറ്റ് ഒരുപാട്, എനിക്ക് തോന്നുന്നത് ഒരു 3-4 വർഷത്തിന് ഇപ്പുറം കടിയുടെ എണ്ണം കൂടിയിട്ടുണ്ട്, മരണവും കൂടിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ട് റിപ്പോർട്ടോ അന്വേഷണമോ വിവരാവകാശമോ ഒന്നുമില്ല. ചുമ്മാ ആരെങ്കിലും പടച്ചുവിടുന്ന കഥകളുടെ പുറകെയാണ് ജനങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഞാൻ സ്നേഹിക്കുന്ന അതിഥിയുടെ അപകടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് എനിക്ക് അവരോട് ബാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ അണലിയുടെ ഡെലിവറി പ്രസവം കഴിഞ്ഞ് തീരാറാവുന്ന ഈ മാസം ലാസ്റ്റ് കൂടി ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അടുത്ത മാസം പകുതി ആകുമ്പോൾ അണലിയുടെ പ്രസവം കഴിഞ്ഞു. അപ്പോൾ അണലിയുടെ കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടാകുന്ന സമയമാണ്. എൻ്റെ 60 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രസവിക്കുമ്പോൾ വീടിൻ്റെ പരിസരത്ത് നമ്മൾ ചെടിയൊക്കെ സ്നേഹിക്കുന്ന സമയത്ത് ചെടിയിലൊക്കെ വന്നിരിക്കാനുള്ള സാധ്യത, ചവറുകൾ കൂട്ടിയിടുന്ന സ്ഥലത്ത് വന്നിരിക്കാനുള്ള സാധ്യത. പിന്നെ നമ്മുടെ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾക്കാരെ ബോധവൽക്കരിക്കുക പാടാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-15 ഒരു 2006 മുതൽ അവയർനെസ് ക്യാമ്പുകളായിട്ട് ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വീടും പരിസരം സൂക്ഷിച്ചിടണം, ശ്രദ്ധിച്ചിടണം. അതുപോലെ ചവറുകൾ കൂട്ടി വെക്കരുത്. നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ചൂട് കൂടുമ്പോൾ ബെഡ്റൂമിൻ്റെ അടുത്തുള്ള ജനലിനോട് ചേർത്ത് എന്താ പറയുക, കട്ടിലിടരുത്. അതുപോലെ എപ്പോഴും ഒരടി അകലത്തിൽ കട്ടിലിടണം. അതുപോലെ കട്ടിൻ്റെ അടിയിൽ വേസ്റ്റ് വാരി കൂട്ടി വെക്കരുത്. ഞാൻ പല വീട്ടിലും ചെല്ലുന്ന സമയത്ത് കിടക്കുന്ന കട്ടിൻ്റെ അടിയിലിരിക്കുന്ന വേസ്റ്റുകൾ കാണുമ്പോൾ നമുക്കിന്നെ വിഷമം തോന്നും. അപകടങ്ങൾ വിലയ്ക്ക് വാങ്ങുകയാണെന്നുള്ളതാണ് ഞാൻ അവരോട് പറയുന്നത്. പിന്നെ ഈ വെളിയിൽ കിടക്കുന്ന ജനലിൻ്റെ പുറത്ത് വിറവൊക്കെ ഹൈറ്റിൽ അടുക്കി വയ്ക്കുമ്പോൾ പാമ്പ് സാധാരണഗതിയിൽ ഈ വിറവിൽ കൂടെ വിറവിൻ്റെ ഇടയിൽ എലി വരും. എലിയെ പിടിക്കാണ്ട് വിറവിൻ്റെ മുകളിൽ കയറുമ്പോൾ എലി ആ ജനൽ അഴുക്കുകയാണെങ്കിൽ ജനലിനകത്തോട് ചാടി അകത്തേക്ക് കയറും. അപ്പോൾ അതിൻ്റെ പുറകെ പാമ്പ് ആ കട്ടിലേക്ക് ഇറങ്ങുകയും ചിലപ്പോൾ ആളനക്കം കിട്ടുമ്പോൾ അത് തലങ്ങളുടെ അടിയിലോ മറ്റേ അടിയിലൊക്കെ പാത്തിരിക്കാനും, ആൾ ചരിഞ്ഞോ മറിഞ്ഞോ കിടക്കുമ്പോൾ അതിന് വേദന എടുക്കുമ്പോൾ അത് പെട്ടെന്ന് കടിക്കാനും സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ കുറേ ഇപ്പം നമ്മൾ കണ്ട കുറേ ഈ കുട്ടി മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ പറയുന്നുണ്ട്. വീട്ടിൻ്റെ പരിസരം വള്ളിപ്പടർപ്പ് ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പായിട്ട് പറയുന്നുണ്ട്, ഈ വള്ളിപ്പടർപ്പിൽ കൂടി ഒരിക്കലും മൂർഖനോ അണലിയോ അല്ല ചേറിയ പെരുമ്പാമ്പോ അങ്ങനെ രാജവമ്പലുള്ള പാമ്പുകളല്ലാതെ ഒരു ശംഖുവരയൻ പാമ്പ് പോലും ഇന്ന് വരെ ഒരു വള്ളിപ്പടപ്പിലും കയറിയിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഒരു 350-400 ശംഖുവരയൻ പാമ്പിനെ പിടിച്ചിട്ടുള്ള ആളാണ്. രാത്രി മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണ്, പകലവധം സഞ്ചാരിയല്ല. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ പരിസരത്ത് എന്താ പറയുക, ചോറിലൊക്കെ കൂട്ടി വെക്കുമ്പോൾ, അതുപോലെ തന്നെ ഡോറിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ വീട്ടിനകത്തുനിന്ന് വേസ്റ്റ് വെള്ളം പോകാനായിട്ട്, അപ്പോൾ ബാത്റൂമിൽ കൂടെ വേസ്റ്റ് വെള്ളം പോകാനുള്ള സ്ഥലത്ത് പല സ്ഥലത്തും സിൽട്ട് പൊട്ടിയിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് വേസ്റ്റ് വെള്ളം പോകുന്ന സിങ്കിൽ കൂടെ പോകുന്ന സ്ഥലത്ത് അതിൻ്റെ അടപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതുവഴിയൊക്കെ പാമ്പുകൾ നമ്മുടെ വീടിനകത്ത് കയറി വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ എന്താ പറയുക, പേയാടിനടുത്ത് ദർശൻ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ബെഡ്റൂമിനകത്ത് പാമ്പിനെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞു മൂർഖന്മാരെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരാനായിട്ട് ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയമുണ്ട്, ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്ന് എന്നൊരു സംശയം തോന്നി. അങ്ങനെ ഞാൻ ആ വീട് സന്ദർശിക്കുകയും ആ വീട്ടിനകത്ത് പാമ്പ് വരുന്ന ഉറവിടം, അതായത് ആ വീട്ടിനകത്ത് ബാത്റൂമിനകത്ത് ഒരു വാഷ് ബേസ് ഉണ്ടായിരുന്നു. ബാത്റൂമിനകത്ത് ഈ വാഷ് ബേസിന് വെളിയിലത്തെ പൈപ്പിൽ കൂടി
കൂടി വാഷ് ബേസിൻ്റെ വെള്ളത്തിൽ കൂടെ വന്നിട്ട് വാഷ് ബേസിൻ്റെ അകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വാഷ് ബേസിൻ്റെ ടാപ്പിൻ്റെ അടിയിലുള്ള ഹോളിൽ കൂടെ ഇങ്ങനെ അകത്തേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പാമ്പുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഈ ചൂട് സമയത്ത് നമ്മളൊക്കെ പറയും അടുത്തുള്ള പറമ്പുകൾ കാട് കയറി കിടക്കുന്നു, അതുകൊണ്ടാണ് പാമ്പ് വരുന്നത്. ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിലെ വയോധികർ, അതായത് വൃദ്ധന്മാരും വൃദ്ധകളും മാത്രമുള്ള സംസ്ഥാനമായി മാറുന്നതുകൊണ്ട് അടുത്ത വീടുകളിൽ ചെറുപ്പക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു പറമ്പുകൾ വൃത്തിയാക്കാതെ ചപ്പുചോറ് വളർന്ന് കിടക്കുമ്പോൾ അവിടെയൊക്കെ പാമ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ അത് വൃത്തിയാക്കാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം ഈ വേനൽ സമയത്ത് അടുത്ത ചപ്പൊക്കെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ അവിടെ ജീവിക്കുന്ന പാമ്പുകൾ സാധാരണ പരസ്പര പൂരകങ്ങളായതുകൊണ്ട് ഇവർ പരസ്പരം തിന്നുകയോ അല്ലെങ്കിൽ ഉക്കനെ പോലുള്ള അല്ലെങ്കിൽ മൂങ്ങയെ പോലുള്ള അല്ലെങ്കിൽ കീരിയെ പോലുള്ള ജീവികൾ കുറേയൊക്കെ നശിപ്പിക്കുകയോ ചെയ്യും. അപ്പോൾ നമ്മളത് വൃത്തിയാക്കുമ്പോൾ ഇതെല്ലാം അയലോക്കത്തുള്ള പറമ്പുകളിലേക്ക് അയലോക്കത്തുള്ള വീടുകളിലേക്ക് കയറി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൻ്റെ മുന്നിലത്തെയും പിന്നിലത്തെയും പടികൾ, കട്ടിളപ്പടി. ഞാനൊരു മേശരിയായിരുന്നു, 25 വർഷത്തോളം ഞാൻ മേശരി പണിയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും നിർബന്ധമായിട്ട് പണ്ടുള്ള വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിൻ്റെ മുന്നിലും ഫ്രണ്ടിലും അടിയിൽ പടി വെക്കാറുണ്ട്. ആ പടി വെക്കുന്നത് ഒരിക്കലും ഒരു ഷോയ്ക്ക് വേണ്ടിയല്ല, അതൊരു സേഫ്റ്റി മാത്രമാണ്. സേഫ്റ്റി പറയുമ്പോൾ ഈ വാതിൽ അടയ്ക്കുമ്പോൾ ചേർന്നും അടയ്ക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഒരു പാമ്പുകളും ഒരു ഇഴജന്തുക്കളും അകത്തേക്ക് വരികയില്ല. പിന്നെ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പരിപാടി പങ്കെടുത്ത സമയത്ത് ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ശാസ്ത്രീയമായിട്ട് മണ്ണെണ്ണയോ ഡീസലോ ഒന്നും പാമ്പുകൾ വരാതിരിക്കാനായിട്ട് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം ഓർക്കണം, നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഒരുപാട് മലയാളികൾക്ക് അത് അനുഭവമാണ്. വീട്ടിൻ്റെ പരിസരത്ത് മണ്ണെണ്ണയോ ഡീസലോ ഒക്കെ, പരിസരത്ത് വലിയ പറമ്പിലൊന്നുമല്ല. നിങ്ങളിപ്പോൾ ഇന്നലെ ആ കൊച്ചു മോൻ അൽജോ മരണപ്പെട്ടത് ഉൾപ്പെടെ മൂത്ത മോന് ഹോസ്പിറ്റലിലാണ് ഉൾപ്പെടെ. ഞാനതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് എൻ്റെ സുഹൃത്തുക്കളുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാമ്പ് വരേണ്ട സാധനം ഒരിക്കലും വള്ളിപ്പടപ്പുള്ള മുന്തിരിപ്പടപ്പുള്ള പറന്ന് കിടന്നുകൊണ്ടല്ല, വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള വാതിലിൻ്റെയോ വീട്ടിൻ്റെ പിന്നിലുള്ള വാതിലിൻ്റെയോ അടിയിൽ കൂടിയുള്ള ഗ്യാപ്പിൽ കൂടിയാണ് ഇത് അകത്തേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരിക്കലും അതൊരു എന്താ പറയുക മോശപ്പെട്ട കാര്യമല്ല. വെളുത്തുള്ളിയോ പാൽക്കായമൊന്നും പാമ്പോട്ട് യാതൊരു ബന്ധമല്ല. വെളുത്തുള്ളി വയറ്റിലെ ഗ്യാസ് പോകാൻ മാത്രമേ ഉപയോഗപ്പെടുന്നുള്ളൂ. പിന്നെ നമുക്ക് കായം എന്ന് പറഞ്ഞത് അച്ചാറിനും രസത്തിനും മാത്രം ചേർക്കാൻ നല്ലതായിരിക്കുന്നു. പക്ഷേ പാമ്പ് വരെയൊക്കെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ യൂട്യൂബിൽ കാണുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്ന മറ്റ് കെമിക്കലൊന്നും വാങ്ങിച്ചല്ല നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയോ ഡീസലോ നിങ്ങൾ ഏകദേശം ഒരു 2-3 മാസത്തിലൊരിക്കൽ നമ്മൾ അടുക്കളയുടെ പിന്നിലുള്ള ഡോറിൻ്റെ അവിടെയോ അല്ലെങ്കിൽ മുന്നിൽ കൂടി വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ലേശം ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണെണ്ണ ആസിഡാണ്, മണ്ണെണ്ണ കെമിക്കലാണ്. അപ്പോൾ അത് നാവ് കൊണ്ട്, പാമ്പുകൾ മൂക്ക് ഉണ്ടെങ്കിലും മൂക്കിൻ്റെ സ്ഥാനത്ത് ഹോളുണ്ടെങ്കിലും മൂക്കുകൊണ്ട് മണമെടുക്കുന്ന ഒരു ജീവിയല്ല, നാവ് കൊണ്ടാണ് സെൻസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നാവ് കൊണ്ട് അത് ഭക്ഷണത്തെ തേടി നമ്മുടെ വീടിൻ്റെ പറമ്പിലേക്ക് വരുമ്പം ഈ ആസിഡ് പവർ നാക്കിലേക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് മടങ്ങി പോകുന്നിട്ട് കാണാൻ പറ്റും. അത് 1, 2, 100, 1000, 10,000 അനുഭവങ്ങളല്ല, ലക്ഷക്കണക്കിന് അനുഭവം കേരളത്തിലെ പലർക്കും ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ ആൾക്കാർ കമൻസ് ഉണ്ടെന്ന് ഓരോരുത്തർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് അവരുടെ സേഫ്റ്റി നമ്മൾ ഇപ്പോൾ പാമ്പുകളെ മാത്രമല്ല സേവ് ചെയ്യേണ്ടത്, ഭൂമിയിൽ പാമ്പും വേണം മനുഷ്യനും വേണം. പക്ഷേ മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള ജീവികളുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കാര്യം 1, 2, 3, 4 അക്കമിട്ട് പറയുകയാണ്. 1, പരിസരം വൃത്തിയാക്കി ഇടുക. 2, വേനൽ കൂടുന്നു, ഒരു കാരണവശാലും നായ്ക്കോ പൂച്ചയ്ക്കോ അല്ലെങ്കിൽ പക്ഷികൾക്കോ കുടിക്കാണ്ട് വെള്ളം പാത്രത്തിൽ വെക്കരുത്. 3, അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം പോകുന്ന ആ സിങ്കിൽ നിന്ന് പോകുന്ന ആ അകത്ത് പൈപ്പ് ഇറങ്ങുമ്പോൾ ആ പൈപ്പ് നിർബന്ധമായിട്ട് MCയിൽ വെച്ച് അടയ്ക്കുക. പുറത്തുള്ള സ്ഥലത്ത് നെറ്റ് വെച്ച് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ട് നെറ്റ് വെച്ച് സീൽ ചെയ്യുക. അപ്പം തന്നെ നമ്മുടെ അഥവാ വെള്ളം പോകുന്നുണ്ട് ഇതിനെ പാത്രത്തിൽ ശേഖരിക്കുക. കുളിമുറിയിൽ നിന്ന് ടാങ്കിലേക്ക് അല്ല പോകുന്നതെങ്കിൽ പുറത്ത് നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെയാണ് പോകണമെങ്കിൽ അവിടെ ഒരു പാത്രം വെച്ചാൽ വെള്ളം ശേഖരിച്ചിട്ട് അടുത്ത പറമ്പിലേക്ക് ഒഴിക്കുക. കാരണം അപ്പോൾ നിങ്ങളിവിടെ വെള്ളം വീഴുന്നു കഴിഞ്ഞാൽ ഇവിടെ തണുപ്പ് പാമ്പുകൾക്ക് അനിവാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് നവംബർ, ഡിസംബർ, ജനുവരി പാമ്പുകളുടെ ഇണചേൽ സമയമാണ്. അത് കഴിഞ്ഞാൽ ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച് മുട്ടയിടുന്ന സമയമാണ്. മാർച്ച് മാസം ഏപ്രിൽ, മെയ് മുട്ട വിരിയുന്ന സമയമാണ്. അപ്പോൾ ഈ ഇണചേർന്ന പെൺപാമ്പുകൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ദൂരെ സഞ്ചരിക്കാറില്ല, ഇണചേർന്നെല്ലാം സഞ്ചരിക്കുക. അപ്പോൾ ഇപ്പോൾ അവർക്ക് മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഫുഡ് ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഇത് അടുത്ത പറമ്പിലൊക്കെ നമ്മുടെ വീട്ടിലെ വെള്ളമുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളമുള്ള ബാത്റൂമിൻ്റെ സൈഡിലോ അടുക്കളയുടെ സൈഡിലൊക്കെ വന്നിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നല്ല ടയേർഡായിരിക്കുന്നു. ആ സമയത്ത് അത് പെട്ടെന്ന് മൂവ് ചെയ്ത് പോകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് രാവിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ രാത്രി പുറത്തേക്ക് ഇറങ്ങുന്നത് പെട്ടെന്ന് ചവിട്ടാം, കടി കിട്ടാം, മരണത്തിലേക്ക് പോകാം. അപ്പോൾ വെള്ളം ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ വീഴാനുള്ള സാഹചര്യം ഒരുക്കരുത്. പിടിക്കുന്ന വെള്ളം അപ്പുറത്തെ പറമ്പിലേക്ക് ഒഴിക്കുക. അപ്പോൾ അവിടെ ഒഴിക്കുമ്പോൾ അവിടെ തണുപ്പ് കിട്ടുമ്പോൾ അവിടെ കിടക്കുന്നു. അവിടെ കിടന്ന് അവിടെ മറ്റുള്ള ജീവികളുടെ അപകടത്തിൽ അതങ്ങ് മരണപ്പെടുന്നു. കുറേയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിലും എല്ലാ പാമ്പുകളെയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കാട്ടിക്കൊണ്ട് വിടുന്ന പാമ്പുകൾ ജീവിക്കുന്നു എന്നൊരു പഠനം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാട്ടിക്കൊണ്ട് വിടുന്ന പാമ്പുകളും ജീവിക്കുന്നത് 1000 മുട്ട 10 പോലും ജീവിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെ കാട്ടിക്കൊണ്ട് വിടുന്നത് ഏറ്റവും വലിയൊരു അപകടമാണ്. കാരണം നമുക്ക് വനത്തിനെ സേവ് ചെയ്യുന്ന, വനത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരുപാട് ബേഡ്സുകൾ, ചെറിയ ബേഡ്സുകൾ, ഹമ്മിങ് ബേഡ്സ്, അത് ബുൾബുൾ എന്നൊക്കെ പറയുന്ന ചൂളക്കാക്ക, ഇങ്ങനെ സാധനങ്ങളെല്ലാം താഴെ മുട്ടയിടുന്ന ജീവികളാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് പാമ്പിനെ കൊണ്ട് വിടുന്ന സമയത്ത് അവിടെ ഇങ്ങനെയുള്ള ജീവികൾ നശിക്കുന്നു. എന്താ ജീവൻ്റെ ഫുഡ് അവർക്ക് മറ്റ് ഫുഡുകൾ അവിടെ കിട്ടാതെ വരുമ്പോൾ ഈ പാവപ്പെട്ട പക്ഷികളെ കാവും പിടിച്ച് ഭക്ഷിക്കുന്നു. അങ്ങനെ മരത്തിലുണ്ടാകുന്ന പുഴുക്കൾ വർദ്ധിക്കുന്നു, ഈ കിളികളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ദോഷമായിട്ട് വരും. അപ്പോൾ എന്തായാലും സൂക്ഷിക്കേണ്ട സമയമാണ്. ചൂട് കൂടുന്നതുകൊണ്ടല്ല പാമ്പുകൾ വരുന്നത്, പാമ്പുകളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. അത് പറമ്പുകൾ വൃത്തികേടായിട്ട് കിടക്കുന്നതുകൊണ്ടാണ്. നിർബന്ധമായിട്ട് വീട്ടിൽ വെള്ളം വെക്കുന്നത് ഒഴിവാക്കുക.
വെക്കുക. ചിരട്ട, തൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ പറമ്പിൽ വിടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പല വീട്ടിലും ചെല്ലുമ്പോൾ ഇപ്പം ഞാൻ ഇന്നലെ നമ്മുടെ പഴയ ഒരു MLA നമ്മുടെ മോഹൻകുമാർ സാറിൻ്റെ അഡ്വക്കേറ്റ് മോഹൻകുമാർ സാറിൻ്റെ വീട്ടിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ ഇപ്പോൾ ഞാൻ തള്ളപ്പാമ്പിനെ കിട്ടിയില്ല എനിക്ക്. പക്ഷേ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ മാന്തി നോക്കിയപ്പോൾ അവിടെ നിന്ന് എനിക്ക് 17 മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടി. കാലടിയിൽ ദേവി എന്ന് പറഞ്ഞ അകത്ത് എനിക്ക് ഒരു 10 ദിവസങ്ങൾക്ക് മുന്നേ ഇപ്പോൾ ഒരു മാളം പൊളിച്ച് നോക്കി ഒരു കുഞ്ഞിനെ കണ്ടാണ് അവർ വിളിച്ചത്. ഞാൻ ആ മാളം പൊളിച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം 6 അടിയോളം നീളമുള്ള ഒരു മൂർഖൻ പാമ്പിനെയും 15 കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുണ്ടവൻ കടവിൽ ആ വീട്ടിനകത്തുനിന്ന് 5 6 7 കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇപ്പം നമുക്കറിയാം ഒരു 2 3 ഒരു നായെപ്പോലെയോ പൂച്ചയെപ്പോലെയോ കുഞ്ഞു ഉൽപ്പാദിപ്പിക്കുന്ന ജീവിയല്ല പാമ്പുകൾ. 10 30 40 കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീവിയാണ്. അപ്പോൾ 10 40 ഉൽപ്പാദിച്ചാൽ തന്നെ എല്ലാം രക്ഷപ്പെടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ 2 3 മാത്രമേ അവശേഷിക്കുള്ളൂ. പക്ഷേ ജീവിക്കാനുള്ള സാഹചര്യം നമ്മൾ അടുത്ത പറമ്പുകൾ കാടുകളിൽ കിടക്കുമ്പോൾ അവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. നമ്മളെ വീട്ടിൽ ഫുഡ് ഉണ്ടാകുന്നു. കാരണം പാമ്പുകൾ എപ്പോഴും വരുന്നത് ഫുഡ് തേടിയാണ്. അപ്പോൾ എലി എപ്പോഴും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഒരു പഠനങ്ങൾ ഞാനെന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയമൊക്കെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് പാമ്പുകൾ എപ്പോഴും സഞ്ചരിക്കുമ്പോൾ നാക്കുകൊണ്ട് സെൻസ് ചെയ്തിരിക്കുന്ന വരുന്ന സ്ഥലം ഞാൻ സന്ദർശിച്ചപ്പോഴെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ എലിയുടെ മോശം കിടക്കുന്നു, എലിയുടെ യൂറിൻ കിടക്കുന്നു. അത് സെൻസ് ചെയ്താണ് പാമ്പുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ലേശം മണ്ണെണ്ണ ഇത്തിരി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാമ്പിൻ്റെ മോഷൻ്റെ സെൻസ് ചെയ്ത് മാളത്തിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തേക്ക് വരാൻ പോകുന്ന പാമ്പുകൾക്ക് ഈ മണ്ണെണ്ണ ആസിഡാണ് നാക്കിലേക്ക് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അവൻ മടങ്ങി പോകുന്നതായിട്ട് ഒരു 1000കണക്കിന് അനുഭവം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രിക്കോഷൻസ് എടുക്കുക. പിന്നെ നമ്മൾ പറ്റുമെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ ഒരു സാധനം വെക്കാതിരിക്കുക. ചൂടാണെന്ന് നമ്മൾ തറയിൽ കിടക്കാതിരിക്കുക. അറിയാം നമുക്ക് പത്തനാപുരത്തിൽ മോള് 4 മക്കൾ തറയിൽ കിടന്നുറങ്ങിയിൽ 4ാമത്തെ മോളാണ് ചവരോട് ചേർന്നത്. ആ മോൾക്ക് ശംഖുവിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടു. പിന്നെ നമ്മൾ ചെറിയങ്കിൽ എടുത്ത് ഒരു ഫോട്ടോഗ്രാഫർ പാവം ചെറുപ്പക്കാരൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് 35 വയസ്സ് വരുന്നുണ്ട്. അദ്ദേഹത്തിന് 12 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം വീട്ടിൻ്റെ മുറ്റത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ ഷോപ്പ് അടച്ചു വരുന്ന സമയത്ത് വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ശംഖുവരയും കിടന്നു. അദ്ദേഹം ചവിട്ടി. അദ്ദേഹം കോമ സ്റ്റേജിലായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു കൈക്ക് സ്വാധീനക്കുറവുണ്ട്, ഒരു ഓർമ്മക്കുറവുണ്ട്, ഒരു ആപ്പ് ബുദ്ധിയില്ലാത്ത ആ ഒരു രീതിയിലാണ് പുള്ളി പ്രവർത്തിക്കുന്നത്. വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ശംഖുവരൻ പാമ്പ് എന്ന് പറഞ്ഞ സാധനം നിസ്സാരമായിട്ടുള്ള പാമ്പല്ല. പാമ്പടിയിട്ട് മരണം സംഭവിക്കുന്നത് ഒരിക്കലും ശംഖുവരൻ്റെ കടിയല്ല, കൂടുതലും അണലിയുടെ കടിയായിട്ടാണ് മരണപ്പെടുന്നത്. പിന്നെ മൂർഖൻ്റെ കടിയായിട്ട് മരണപ്പെടുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു പാമ്പ് കടിയാണ് കഴിഞ്ഞ 2024-25 4 കേസിൽ ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന അണലി വർഗ്ഗത്തിൽപ്പെട്ട ഒരെണ്ണം പാമ്പുണ്ട്. ഇതുവരെ അപകടമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കടിയേറ്റ് 4 പേരാണ് നമുക്ക് 2024-2025 മരണപ്പെട്ടത്. ചേട്ടാ, അത് പറയുമ്പോഴാണ് വേനൽ ചൂടാണ്, പൊള്ളുന്ന വേനൽ ചൂടാണ്. ഈ വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടാനാണ് വാതിലുകളും ജനലുകളും ഒക്കെ തുറന്നിരുന്നത്. പ്രത്യേകിച്ചും വേനൽ അവധി കൂടിയാണ്. എങ്ങനെയാണ് ഈ വിഷമുള്ള പാമ്പുകൾ, വിഷമില്ലാത്ത പാമ്പുകളെ തിരിച്ചറിയാൻ സാധിക്കുക? അതുപോലെ ഈ കുട്ടികൾക്കൊക്കെ കടിയേൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? ഏറ്റവും നല്ല ചോദ്യമാണ് പ്രിയപ്പെട്ട മാഡം ചോദിച്ചത്. സത്യം പറഞ്ഞാൽ നമ്മൾ വേനൽ ചൂട് കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കഥയൊന്നും തുറന്നിട്ട് കിടക്കരുത്. തറയിൽ കിടന്നിറങ്ങുന്നുണ്ട്. ഒരു കാരണവശാലും ചുവരോട് ചേർന്ന് മെത്തയോ ബെഡ്ഷീറ്റോ ഒന്നും വിരിച്ച് കിടക്കരുത്. നടുക്ക് നിങ്ങൾ കിടക്കുന്നുണ്ട്, അപകടം ഉണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങൾ പാമ്പ് വരാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ഡോർ തുറന്നിട്ട് കിടക്കുമ്പോൾ ലേശം ആദ്യത്തെ വെള്ളം സ്പ്രേ ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് മണ്ണെണ്ണ സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ഡീസൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പാമ്പുകൾ വീടിനകത്തേക്ക് കയറാണ്ട് 99.4% സാധ്യതയില്ല. കുട്ടികൾക്ക് പാമ്പടി ഏറ്റവും അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായി, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താ പറയുക ദേഹത്തൊരു മാർക്കുണ്ടായി, അങ്ങനെ ഒരു മാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. 2 ഡോട്ട് ഉണ്ട്. ഇന്നലെ എനിക്ക് നിങ്ങളുടെ ഈ തൃശ്ശൂരത്തെ മോന് പാമ്പടിയിൽ മരണപ്പെട്ടതിന് ശേഷം ഇന്നലെ രാത്രിയും മെനിങ്ങാന്നും ഇന്നും ഒക്കെ ആയിട്ട് എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് കോളായിരുന്നു. ഒരു ചുവർപ്പാമ്പിനെ കണ്ടിട്ടും അതുപോലെ നീർക്കോലിയെ കണ്ടിട്ട് കുട്ടികളുടെ ദേഹത്ത് നടന്നു പോയപ്പോൾ കാലിൻ്റെ ചെറുക്കാണി വിരലിൽ സൂചി എന്താ തറച്ചിട്ടോ അല്ലെങ്കിൽ മുള്ളു കൊണ്ടിട്ടൊക്കെ നീര് വെച്ച സംഭവം കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം നടന്നപ്പോൾ ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ടത് ഒരു കാര്യം, കുട്ടികൾ പുറത്തൊക്കെ കളിച്ചിട്ട് വരുമ്പോൾ എന്തെങ്കിലും മുള്ളു കൊണ്ടൊരു പാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴും തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്തം പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും പാമ്പ് കടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വെനമുള്ള പാമ്പാണോ അല്ലെങ്കിൽ നോൺ വെനമസ് ആണോ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ചേര കടിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ മൂർഖൻ പാമ്പോ കടിച്ചാൽ നമുക്ക് പെട്ടെന്ന് നല്ല വേദന അനുഭവപ്പെടും. അണലി കടിച്ച് നല്ല വേദന അനുഭവപ്പെടും. ശംഖുവരയൻ കടിച്ചാൽ ഒന്നും അനുഭവപ്പെടുകയില്ല. കാരണം നമുക്ക് അറിയില്ല, വളരെ ഷാർപ്പായിട്ടുള്ള പല്ലാണ്, വളരെ ചെറിയ പല്ലാണ്. നമ്മുടെ എന്താ പറയുക സ്കിന്നിനെ തുളയ്ക്കാനുള്ള കഴിവുകൾ. അവൻ്റെ വനത്തിന് വേറൊരു പ്രത്യേകതയുള്ളത് നമ്മുടെ ബ്ലഡിൽ കൂടിയല്ല കടന്നു പോകുന്നത്. ഗ്യാസ് കുറ്റി തുറന്ന് വിടുമ്പോൾ പെട്ടെന്ന് നമ്മളെ തലച്ചോറിലേക്ക് ബാധിക്കുന്നതാണ് ശംഖുവരയൻ പാമ്പിൻ്റെ വനം. പിന്നെ ഈ മക്കൾ ഉറങ്ങിക്കിടന്നതുകൊണ്ടാണ് മക്കൾ മരണത്തിലേക്ക് പോയത്. പകൽ കണ്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പകലൊരിക്കലും ശംഖുവരയൻ പാമ്പിനെ കടിയിട്ടാണ്ട് ഒരു സാധ്യതയില്ല. രാത്രി കണ്ടിരുന്നുവെങ്കിൽ ഇത് പാമ്പാണ് കടിച്ചതെന്നവർക്കൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് ആ മോൻ്റെ ജീവിതം തിരിച്ചുകൊണ്ടായിരുന്നു. മറ്റേ മോനൊരു കുഴപ്പമില്ല, മറ്റേ മോൻ റിക്കവറായി വരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു സംശയം എനിക്ക് വീണ്ടും ഉള്ളത്, വളരെ ചെറിയ ശംഖുവരയൻ പാമ്പാണ് കടിച്ചത്. വളരെ ചെറിയ ശംഖുവരയൻ പാമ്പ് കടിച്ച സാധാരണ നമുക്ക് പെട്ടെന്ന് ഡെത്ത് സംഭവിക്കുന്നതല്ല. ഇനി അവിടെ അന്വേഷിക്കേണ്ടത് ആ വീടിനകത്ത് മറ്റ് പാമ്പുകൾ പറമ്പിൽ അങ്ങനെ തൊട്ട് വീട്ടിൻ്റെ പരിസരത്ത് വീടിനോട് ചേർന്ന്, ഞാൻ മേശിരി ആയിരുന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, വീട്ടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ സൈഡിലൊക്കെ ഹോളുകളുണ്ടാവും. ആ ഹോളിലായിരിക്കും അവൻ മുട്ട വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞവൻ ഇവൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ചുവർപ്പാമ്പിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞത് അല്ല, നമ്മുടെ ശംഖുവരയൻ പാമ്പിൻ്റെ ഫുഡ് അഥവാ തീറ്റി എന്ന് പറയുന്നത്
ചുവർപ്പാമ്പ് എന്നറിയപ്പെടുന്ന നോൺ വെനമസായ ചുവർപ്പാമ്പ് അഥവാ ചുരുട്ട എന്നറിയപ്പെടുന്ന വാരിച്ചുരുട്ട എന്നറിയപ്പെടുന്ന പാമ്പാണ്. അത് 90% കാണുന്നത് നമ്മുടെ വീട്ടിനകത്താണ്. അപ്പോൾ അത് ചുവർപ്പാമ്പ് നമ്മുടെ വീട്ടിനകത്ത് വരുന്നത് പല്ലി വരുന്നതുകൊണ്ടാണ്. പല്ലിയാണ് ചുവർപ്പാമ്പിൻ്റെ ഫുഡ്. അപ്പോൾ നിങ്ങൾ പല്ലി ധാരാളം ഉണ്ട് പെട്ടെന്ന് ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ആ ചുവർപ്പാമ്പിൻ്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ ഇന്ന് തൊട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിർബന്ധമായിട്ട് വീട്ടിൻ്റെ മുന്നിലും പിന്നിലുമുള്ള കട്ടളപ്പടിയുടെ അടിയിൽ കൃത്യമായിട്ടൊരു മേശരിയെ വിളിച്ചിട്ട് പടി നല്ല ടൈറ്റായിട്ട് പടി വെച്ച് നല്ല ക്ലോസ് ആയിട്ട് അടയ്ക്കാനുള്ള സംവിധാനം നോക്കണം. ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. പാമ്പിൻ്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്, മരണം വളരെ കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് ഇപ്പുറം നാട്ടിൽ കടി കിട്ടുന്നതിനേക്കാളും പാമ്പ് സംരക്ഷകർക്ക്, എനിക്ക് തോന്നുന്നത് പാമ്പ് സംരക്ഷകർക്ക് ഇപ്പോൾ കടി കിട്ടിയത് ഈ ഒരു മെനിങ്ങാന്ന് മലപ്പുറത്ത് എന്താ പറയുക, വണ്ടൂരടുത്ത് ഒരു പാമ്പ് സംരക്ഷകന് കടി കിട്ടിയത് ഉൾപ്പെടെ ഈ 3 വർഷം കൊണ്ട് 128 പേർക്കാണ് കടി കിട്ടിയിരിക്കുന്നത്. അതൊന്നും വാർത്തയായിട്ട് വരുന്നില്ല. കടി ധാരാളം ഉണ്ടാകുന്നുണ്ട്, മരണം മാത്രം കുറവ്. ദൈവാനുഗ്രഹം കൊണ്ട് കടി കിട്ടിയാലും കുഴപ്പമില്ല, അത് ആർക്കും ജീവൻ അപകടം ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ നിർബന്ധമായിട്ട് ചെടിയെ സ്നേഹിക്കുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, വെള്ളം വെക്കുന്നത് ഒഴിവാക്കണം. താമര സ്നേഹിക്കുന്ന ഒരു വീടിൻ്റെ മുറ്റത്ത് താമര ചെടി വെച്ച് ചെറിയ ചരുവത്തിൽ താമര വെക്കുന്നൊരു വിനോദമുണ്ട്, നിർബന്ധമായിട്ട് 2 മാസം ഒഴിവാക്കണം. അതിൽ തറയിൽ ചെറിയ ഫിഷ് ടാങ്ക് വലിയ മീനിട്ട് വെക്കുന്നവരും നിർബന്ധമായിട്ട് അത് മുഴുവനും വറ്റിച്ചൊരു പാത്രത്തിലേക്ക് മീനെ പിടിച്ചിട്ട് വീട്ടിനകത്ത് വെക്കുക. പിന്നെ ഒരു ഓഫീസർ എന്നുള്ള പറയുന്നുണ്ടായിരുന്നു, DFO പറയുന്നുണ്ടായിരുന്നു, വീട്ടിൽ കിളികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു കിളികളെയൊന്നും വളർത്തരുന്നു. ഒരിക്കലും അത് പറയരുത്. കിളികളൊക്കെ വളരണം. കിളിയുണ്ടെന്നും പറഞ്ഞല്ല പാമ്പുകൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നത്, കിളിയെ ഹൈറ്റിലേക്ക്. അപ്പോൾ നമുക്ക് ഒരു നില വീടാണ്, അതിൻ്റെ മേളിൽ ഹൈറ്റിലേക്ക് നമുക്കൊരു വെയിറ്റ് വെച്ച് വയ്ക്കാം, പ്രശ്നങ്ങളൊന്നും വരുന്നത്. പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വൃത്തിയാക്കി ഇടുക. ചെടിയൊക്കെ നിങ്ങളിപ്പോൾ റോസയൊക്കെ പോലെ ചെടികൾ ഇടുമ്പോൾ നിങ്ങൾ അതിലൊക്കെ പോയി ഇങ്ങനെ തടകരുത്, കൈ കൊണ്ട് ഇങ്ങനെ തടവാൻ ശ്രമിക്കരുത്. കാരണം തടവുമ്പോൾ മുള്ളു കൊള്ളുമ്പോൾ നമ്മൾക്ക് മുള്ളാണെന്നൊരു ആയിരിക്കത്തില്ല. മുട്ട വരിയുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെ ചെടിയിലും പള്ളിയിലും ഒക്കെ കയറിയിരിക്കും. നമ്മൾ അറിയാതെ ഇങ്ങനെ തട്ടുമ്പോൾ അണലിയൊക്കെ നല്ല കടി കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും നോക്കുമ്പോൾ ആ മുള്ള് കൊണ്ടതായിരിക്കും, റോസ മുള്ളായിരിക്കും എന്ന് വിചാരിക്കും. ഒരു കാരണവശാലും ഇതൊക്കെ ഒഴിവാക്കണം. അതിൽ ചെടി എപ്പോഴും ഹൈറ്റ് ചെയ്ത് വെക്കണം. ചെടി സ്നേഹിക്കുന്നവർ എപ്പോഴും ഒരു അടി അകലത്തിൽ ചട്ടി വെക്കാവൂ. ചട്ടി വെക്കുന്ന സമയത്ത് ഇഷ്ടികകൾ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ചട്ടി വെക്കരുത്. അതിൽ ഇന്റർലോക്കുകൾ ചേർത്ത് വെച്ച് ചട്ടി വെക്കരുത്. അതുപോലെ നമ്മുടെ സിമെൻറ്റ് കട്ട, താബൂക്ക് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് ചെടി വെക്കരുത്. കാരണം താബൂക്കിൻ്റെ അടിയിൽ ഹോളുണ്ട്. ഈ ചെടി വെച്ചതിൻ്റെ അടിയിൽ ഹോളിനകത്തുനിന്ന് ഒരുപാട് മുറിക്കണം. 1-2 വർഷത്തെ സർവീസ് അല്ല എൻ്റെ സർവീസ്. നിങ്ങൾക്കറിയാം, ഏകദേശം 39 വർഷത്തെ സർവീസിൻ്റെ ഇടയിൽ 39 വർഷത്തെ അനുഭവങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പങ്കിടുന്നത്. പിന്നെ കടി കിട്ടിയ അനുഭവം എനിക്ക് ധാരാളമുണ്ട്, ഒരുപാട് അറിയില്ല. ഇപ്പം ഞാൻ നിങ്ങളൊക്കെ കണ്ടത് കോട്ടയത്ത് വെച്ചുള്ള മുട്ടിൽ കടി കിട്ടിയാണ്. അല്ല, അതിനുശേഷം എനിക്ക് 3 കടിയിട്ട് വളരെ സീരിയസ് ആയിരുന്നു. ഒരു കുഞ്ഞുങ്ങളും പോലും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കടി ഉണ്ടായിരുന്നത്, ഇവിടെ ഒരു കടി, കൈമനത്ത് വെച്ചൊരു കടി ഉണ്ടായിരുന്നത്, ഇവിടെ എനിക്ക് എന്താ വെച്ചാൽ ആക്കുളത്ത് വെച്ച് കടി ഉണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ റീസെൻ്റ്ലി പെരൂക്കട വെച്ച് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ 3 മാസങ്ങൾക്ക് മുന്നേ കിട്ടിയ കടിയാണ്. അപ്പോൾ കടി എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് കടികളിൽ. അപ്പോൾ കടി കിട്ടിയാൽ എന്താണ് ചെയ്യുന്നത്? പാമ്പ് കടി കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതല്ല, പേടിപ്പിക്കാതെ അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുക, പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കുക. അതിനുശേഷം അദ്ദേഹത്തിന് കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് ഒരിടത്ത് ഇരുത്തുക. അതിനുശേഷം ഒരു കാരണവശാലും കെട്ടുക എന്ന് പറഞ്ഞാൽ കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. കെട്ടുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ മറുവശം രക്തോട്ടം തടയുക എന്നല്ല, രക്തോട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക. കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. ബ്ലേഡോ പിച്ചാത്തിയോ വെച്ച് മുറിവുണ്ടാക്കരുത്. അദ്ദേഹത്തെ പിടിച്ച് ഇരുത്തിയതിന് ശേഷം നമ്മളോ അദ്ദേഹമോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അത് 2 വിരൽ 3 വിരലിലേക്ക് വീതിക്ക് നല്ല നീളത്തിന് കീറിയെടുക്കുക. എവിടെയാണോ കടിയേറ്റത് ആ കടിയേറ്റ ഭാഗത്ത് നിന്ന് ഒരു 9 ഇഞ്ച് 10 ഇഞ്ച് മേളിലോട്ട് ആ വീതിക്ക് തന്നെ ചുറ്റി കെട്ടുക. ടൈറ്റ് ആക്കരുത്. രക്തോട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക. വീണ്ടും ഒരു കഷ്ണം തുണിയിലൊക്കെ കറിച്ച് കെട്ടിയതിൻ്റെ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കെട്ടുക. കയ്യിലാണ് കടിയേറ്റൽ, ഒരിക്കലും ഉയർത്തി വെക്കരുത്. ഉയർത്തി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സർക്കുലേഷൻ കൂടും. നമ്മളെ ബ്ലഡിലേക്ക് ആദ്യം കുറച്ച് വേനം കടന്നു പോയിരിക്കും, അതിനുശേഷം നമ്മൾ കെട്ടുന്നത്. അപ്പോൾ നമുക്കത് അപകടത്തിലേക്ക് പോകും. പെട്ടെന്ന് തലച്ചോറിലേക്ക് ഹാർട്ടിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ്. ആ കൈ വയറ്റിൻ്റെ താഴെ, ഈ പൊക്കിളിൻ്റെ താഴെ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തിന് ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. കാലിലാണ് കടിയേറ്റ ഭാഗം കെട്ടിയതിന് ശേഷം നീളത്തിൽ വെച്ച് ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ മുറുക്കൻ പാമ്പിൻ്റെ കടിയേക്കാണ് ഏറ്റവും ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം, ചുമ അനുഭവപ്പെടാം, കഫം ഒന്ന് അടയുന്നതായിട്ട് നമുക്ക് തോന്നാം. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും മലർന്നോ കമിഴ്ന്നോ ഇടതുവശം ചേർന്ന് നമ്മുടെ ഹാർട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ചരിഞ്ഞിടക്കുമ്പോൾ അവിടെ ഹാർട്ടിനെ ബാധിക്കുന്ന വനമാണ് നമ്മുടെ മുറുക്കൻ പാമ്പിന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അറസ്റ്റ് വരാനും മരണത്തിലേക്ക് പോകാൻ സാധ്യതയാണ്. നമ്മുടെ വലതുവശത്തേക്ക് ചരിച്ച് കിടത്തി, അപ്പോൾ ചരിച്ച് കിടത്തുമ്പോൾ കെട്ടുന്ന കഫം ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഒലിച്ചു പോകും. പോകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒന്ന് സമയം കിട്ടും നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട്. അപ്പോൾ സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക. എത്രയും പെട്ടെന്ന് ആൻറ്റിവൈറൽ ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് ഏറ്റവും നല്ലത് മെഡിക്കൽ കോളേജാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുള്ള സ്ഥലമാണ് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പാമ്പ് കടിയേറ്റ ഒരാളിനെ ഒരു കാരണവശാലും 2 വീലറിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. എടുത്തുകൊണ്ട് പോകുമ്പോൾ എടുത്ത് തോളിൽ കിടത്തി കൊണ്ടുപോകാൻ അനുവദിക്കരുത്. ഇതെല്ലാം മണ്ടത്തരാണ്. നമ്മൾ തോളിൽ കിടത്തി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ കവിണ്ണായിരിക്കും കിടക്കുന്നത്.
കിടക്കുന്നത്. ഇങ്ങനെ വലിച്ച് കമിഴ്ത്തി എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ഇങ്ങനെ മടക്കി എടുക്കുന്ന സമയത്തും ബോഡിയിൽ സർക്കുലേഷൻ കൂടാൻ കൂടെ നമ്മൾ എടുത്ത് കുലിക്കണ്ട. അപ്പോൾ ഒരു കസേരയിൽ ഇരുത്തിയോ അല്ലെങ്കിൽ 2 പേര് ചേർന്ന് എടുത്ത് വേണം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. ഒരു കാരണവശാലും നിങ്ങൾ ടൂ വീലർ കൊണ്ടുപോകാൻ ശ്രമിക്കും. ടൂ വീലർ കൊണ്ടുപോകുമ്പോൾ കുലുങ്ങി പെട്ടെന്ന് സർക്കുലേഷൻ വർദ്ധിക്കുകയും അത് പെട്ടെന്ന് കടന്നുപോയ വെനം പെട്ടെന്ന് അപകടപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തും. അതൊക്കെ അപകടങ്ങളാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒരു കാറോ ഓട്ടോയോ പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ടൂ വീലർ ഉണ്ടല്ലോ നമുക്ക് കിടത്തിക്കൊണ്ടു, അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അത് മണ്ടത്തരാണ്. ഒരുപാട് അനുഭവമുണ്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു ഈ മോനെ അങ്ങനെയാണ് ആദ്യം ബൈക്കിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതിനുശേഷമാണ് ഡോക്ടർ കണ്ടുപിടിച്ചത് പാമ്പ് കടിയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ എന്താ പറയുക പിന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതും ബാക്കി അന്വേഷണമൊക്കെ നടത്തി. അപ്പോൾ എന്തായാലും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പാമ്പുകളെ ഭയപ്പെടേണ്ട കാലമൊന്നും ഞാൻ നിങ്ങളവരെ ഭീതിപ്പെടുത്തുന്നില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് പാമ്പുകളെ ആകർഷിപ്പിക്കുന്നത്, വെള്ളം വെച്ചിട്ട് വിളിക്കുന്നത്, തീറ്റി വെച്ചിട്ട് വിളിക്കുന്നത്. എലി നമ്മുടെ വീട്ടിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്നത് കാണുന്നില്ല. അപ്പോൾ വിചാരിച്ചോളുക ഏതോ പാമ്പിൻ്റെയോ ചേരയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെന്ന്. കാരണം നമ്മുടെ വീട്ടിൽ വളരുന്നൊരു ഇപ്പോൾ ചേര നിങ്ങൾ ധാരാളം കാണുന്നുണ്ട്. ചേര സാധാരണ ചേരയും പാമ്പോട്ട് ഇണചേരാറൊന്നുമില്ല. ചേര ധാരാളം വീട്ടിൽ കണ്ടുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിനെ അടുത്ത് കാണുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ചാൾ കാണുന്നില്ലെങ്കിൽ അവൻ്റെ ശത്രു ആരോ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവൻ്റെ ശത്രു എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, മൂർഖൻ ചേരയുടെ ശത്രുവാണ്. കാരണം മൂർഖൻ ചേരയുടെ അടുത്ത് വന്ന് ചേരയെ വിശന്ന് ചേരയെ പിടിച്ച് ഭക്ഷിക്കുന്ന മൂർഖൻ എല്ലാ പാമ്പുകളെയും ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ് മൂർഖൻ. മൂർഖനും ചേരയും പാമ്പിലും ഒരിക്കലും ഇണചേരാൻ പോകുന്നില്ല. മൂർഖൻ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചേരയെ കൊണ്ടെങ്കിൽ അവ ഒന്നിലും രക്ഷപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ചേരയെ പിടിച്ച് ഭക്ഷിക്കുന്ന ഒരു വിനോദം കൂടി നമ്മുടെ മൂർഖൻ പാമ്പുകൾക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ഓർക്കുക, പേടിപ്പിക്കാതിരിക്കുക, ബ്ലേഡ് വെച്ചാത്തി വെച്ച് മുറിവുണ്ടാക്കാതിരിക്കുക, കെട്ടുമ്പോൾ കയറുറപ്പ് വെച്ച് കെട്ടാതിരിക്കുക, തുണി ഉപയോഗിച്ച് കെട്ടുക, അദ്ദേഹത്തിന് നടക്കാനോ ഓടാനോ ഒന്നും സമ്മതിക്കരുത്, പേടിപ്പിക്കാതിരിക്കുക, അദ്ദേഹത്തിന് ഇരുത്തി ആൻറ്റിവെനം ചെയ്യാൻ കഴിയുള്ളൂ, ഹോസ്പിറ്റലിൽ എത്തിക്കുക. പാമ്പിനെ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, പാമ്പിനെ കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. ഏത് പാമ്പ് കടിച്ചാലും ഇന്ത്യയിൽ ഒരു മെഡിസിൻ മാത്രമേ ഉള്ളൂ, അത് പോളിവാലൻ്റ് ആൻറ്റിവെനമാണ്. അത് മൂർഖൻ കടിച്ചാലും അണലി കടിച്ചാലും ഈവൻ രാജവെമ്പാല കടിച്ചാൽ പോലും അത് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ വാർത്തകളിൽ വന്നിട്ടില്ല 2 പേർക്ക് രാജവെമ്പാല കടിയിട്ടിട്ടുണ്ട്. അത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഒരു 15-20 ദിവസം ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നു. ഒരാൾ നമ്മുടെ അഞ്ചൽ റേഞ്ചിൽ താൽക്കാലിക ജീവനക്കാരനായ ഹേമന്തായിരുന്നു. രണ്ടാമത് ഈ റീസെൻ്റ്ലി കടിയിട്ടിയ നമ്മുടെ പാലോട് റേഞ്ചിൽ ജോലി ചെയ്യുന്ന പാമ്പ് പിടുത്തക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്. അതിന് പാരിപ്പള്ള ESIയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോഴൊക്കെ കൊടുത്തത് സാധാരണ കോമൺ ആൻറ്റിവെനം തന്നെയാണ്. പിന്നെ കടിയേറ്റ് മരണപ്പെടുന്നത് ഇനി ഒരു കാര്യം കൂടി ഞാൻ തുറന്നു പറയുകയാണ്. പാമ്പ് കടിയുടെ ആൻറ്റിവെനത്തിൻ്റെ എന്താ പറയുക റിസർച്ച് പുനർനിർമ്മിക്കേണ്ട കാലം കഴിഞ്ഞു. ഈ വേനൽക്കാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ കാത്തിരിക്കുന്നത് മഴക്കാലമാണ്. മഴക്കാലത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ വീടുകളിൽ പാമ്പുകളുടെ ശല്യം പൊതുവായി കാണാറുണ്ട്. ആ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നല്ല കാര്യം, നല്ല ചോദ്യമാണ്. പക്ഷേ പാമ്പുകൾ ഇതിനുള്ള മറുപടി ഇത് തന്നെയാണ്. കാരണം വേനൽക്കാലത്ത് മാത്രമല്ല പാമ്പ് വരുന്നത്. മാഡം പറയുകയും ചെയ്തു മഴക്കാലത്തും പാമ്പുകൾ വരുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് മാത്രമല്ല നമ്മുടെ വീടിനകത്തേക്ക് പാമ്പുകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ വീടിനകത്ത് മഴക്കാലത്തും പാമ്പ് വരുന്നത്. ആ സമയത്തും നമ്മൾ ചെയ്യേണ്ടത് ഇത് തന്നെ. നമ്മളെപ്പോഴും ചെയ്യുന്നത് നമ്മൾ അടുത്ത പറമ്പിൽ കിടക്കണം എന്താ പറയുക വീടുകളിൽ അടുപ്പ് കത്തിച്ചില്ലെങ്കിലും പല വീട്ടിലും ചെല്ലുന്ന സമയത്തുള്ള തൊണ്ടും ചിരട്ടയും മടലും ഓലയൊക്കെ വാരി അടുക്കിക്കൊണ്ട് വെക്കുന്നത്. ഇതെല്ലാം നിർബന്ധമായിട്ട് ഒഴിവാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് ജനൽ വാതിൽ അടച്ചു തന്നെയാണ്. അതുപോലെ നിങ്ങൾ വള്ളിപ്പടർപ്പുകൾ പടത്തണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വള്ളിപ്പടപ്പ് വഴി കയറി വരുന്ന പാമ്പ് 100-99.4% മൂർഖൻ പാമ്പ്, ചേര, കാട്ടുപാമ്പ്, വെല്ലൂന്നി, പെരുമ്പാമ്പ്, രാജവെമ്പാല ഇങ്ങനെ സാധനങ്ങൾ മാത്രമേ കടന്നു വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ രാജവെമ്പാല എന്നില്ല. ഇവിടെ ഈ ആക്കുളം ഈ മേഖലയിൽ ട്രിവാൻഡ്രത്തേക്ക് പെരുമ്പാമ്പില്ല. ഇനി വരും കാലങ്ങളിൽ മിക്കവാറും അതൊക്കെ വന്നെത്താൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ജനൽ വാതിൽ അടച്ചിടാൻ നിങ്ങൾക്ക് കഴിയണം. അതുപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തൊണ്ട് കതമ്പ് എന്ന് പറയും അടുക്കി വെക്കാതിരിക്കും. എപ്പോഴും നിങ്ങൾ വെറുതെ വെക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഹിപ്പിൻ്റെ പൊക്കത്തിന് 4 തൂണ് നിർത്തിയതിന് ശേഷം ആ തൂണിൻ്റെ മേളിൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എഴുജന്തുക്കളൊന്നും അതിനകത്ത് കയറിയിരിക്കില്ല. ഇപ്പോൾ മുറുക്കനൊക്കെ വന്ന് പെട്ടെന്ന് താഴെ നിന്ന് അവർക്ക് എണീറ്റ് ഒന്ന് കയറാൻ പറ്റുമെങ്കിൽ മാത്രമേ പെട്ടെന്ന് അവൻ കയറുള്ളൂ. അല്ലെങ്കിൽ അവൻ എഴുതി അടുത്ത മാളത്തിലേക്ക് അടുത്ത പറമ്പിലേക്ക് അങ്ങ് പോകുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തറയിൽ അടുക്കി വെക്കുന്നു, അല്ലെങ്കിൽ 4 കട്ട വെച്ചിട്ട് അതിൽ അടുക്കി വെക്കുന്നു. ഇപ്പോൾ മഴയാണെങ്കിലും വേനലാണെങ്കിലും ഒരുപോലെ തന്നെയാണ് പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. മഴയാകുമ്പോൾ നമ്മുടെ വീടിനകത്തേക്ക് വരുന്നത് എന്താ പറയുക വെള്ളം കുടിക്കാനോ തീരുന്നൊന്നുമല്ല. വീട്ടിനകത്തേക്ക് വെള്ളം അവർ വസിക്കുന്ന സ്ഥലത്ത് വെള്ളം കയറുമ്പോൾ അവൻ പെട്ടെന്ന് കഴിഞ്ഞ് വീടിനകത്തേക്ക് വരുന്നത്. അല്ലാതെ ഒരിക്കലും സ്വമേധയ അല്ലെങ്കിൽ പറമ്പിൽ ജീവിക്കുന്ന പാമ്പുകൾ വെള്ളം കയറില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ വീടിനകത്തേക്ക് വരാൻ പോകുന്നില്ല. അവൻ വസിക്കുന്ന സ്ഥലത്ത് വെള്ളം അമിതമായിട്ട് കയറുമ്പോൾ അവൻ പേടിച്ച് അവൻ്റെ മാളത്തിനകത്തേക്ക് വെള്ളം പ്രഷറിൽ ചെന്ന് കയറുമ്പോൾ പേടിച്ചിട്ട് ശ്വാസം എടുക്കാൻ പറ്റാതെ അവൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ എന്താ പറയുക ഈ പ്രളയം എന്ന സ്ഥലത്ത് ഞാൻ ഒരുപാട് വീടുകളിൽ സന്ദർശിച്ചു. അപ്പം വെള്ളം എത്ര പൊങ്ങുന്നു അതിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു. അപ്പോൾ വലിയ അലമാരുടെ മട്ടം വെള്ളം കയറുമ്പോൾ അവ അതിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു. ആ മലമാരയ്ക്ക് മേളിൽ വെള്ളം കയറുമ്പോൾ നേരെ കഴുക്കൂരി കയറിയിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ റാക്കി കയറി അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ മഴക്കാലത്ത് നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വേനൽക്കാലത്തും പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വൃത്തിയാക്കി പറമ്പും വഴി വീടും പരിസരവും വൃത്തിയാക്കിയിടാൻ മാത്രം നിങ്ങൾ ശ്രമിക്കുക. ഈ മിക്ക വീടുകളിലും ഈ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെറ്റ്സ് കാണും. പൂച്ചകളോ നായ്ക്കളോ ഒക്കെ കാണും. അല്ലെങ്കിൽ തെരുവ് നായ്ക്കൾക്കും തെരുവിലുള്ള പൂച്ചകൾക്കും ഒക്കെ ഭക്ഷണം വീട്ടു പരിസരത്ത് വയ്ക്കുന്ന ശീലമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഭക്ഷണാവശിഷ്ടം വയ്ക്കുന്നതും ഇത്തരത്തിൽ പാമ്പുകളെ ആകർഷിക്കും അല്ലേ? നമ്മൾ ഭക്ഷണം വയ്ക്കുമ്പോൾ പാമ്പുകൾ ഒരിക്കലും ചോറോ ബിരിയാണിയോ ഒന്നും കഴിക്കാൻ വരത്തില്ല.
അപ്പോൾ ഭക്ഷണം വെക്കുന്ന സമയത്ത് അടുത്ത പറമ്പിൽ എലി ഭക്ഷണം തേടി നമ്മളെ വീട്ടിലേക്ക് വരും. ആ സമയത്ത് അവിടെ ഇരിക്കുന്ന പാമ്പ് ഇവനെ എയിം ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ ഈ വരുന്ന സമയത്ത് ഈ ഭക്ഷണം തേടി വരുമ്പോൾ അതിൻ്റെ പുറകെ കൂടെ അവൻ വരുന്നു. അപ്പോൾ ഇവിടുന്ന് ആൾ കാണുന്നു. ഇവരിറങ്ങി ബഹളം വയ്ക്കുമ്പോൾ എലിയങ്ങ് ചാടി പോകുന്നു, ഇവൻ അടുത്ത് ഉള്ള പൊത്തിലേക്ക് വിളിക്കും. അപ്പോൾ ഈ നമ്മളെ പറമ്പിലേക്ക് ഏതെങ്കിലും ഒരു ജീവികൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഏതെങ്കിലും ജീവി പെട്ടെന്ന് സ്പീഡിൽ വരണമെങ്കിൽ അതിൻ്റെ പുറകെ വേറെ അവൻ്റെ ശത്രു ഉണ്ടല്ലോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലെ മുന്നിൽ കൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു തവളയോ എലിയോ സ്പീഡിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് അവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, 4 വർഷം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ നിർബന്ധമായിട്ട് കിടക്കുന്നതിന് മുന്നേ വേനൽക്കാലത്ത് തറയിൽ കിടക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചുവരോട് ചേർന്ന് കിടക്കരുത്. കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞെടുക്കുക, പില്ലോ നല്ല കുടഞ്ഞെടുക്കുക. അതിന് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഗ്യാസ് അറിയാമല്ലോ. നമ്മൾ ആ കൊറോണ സമയത്ത് നമ്മുടെ ആയൂർ ഒരമ്മ അണലിയുടെ കടിയേറ്റ് മരണപ്പെട്ടു. അത് വേറെ ഒന്നുമില്ല, അണലി അവിടെ വരാനായിട്ട് ഒരു സാധ്യമില്ല. അപ്പോൾ അന്ന് ഗ്യാസ് കുറ്റി കൊണ്ടുവന്നു. ഗ്യാസ് കുറ്റി 11:30 കൊണ്ടുവന്ന് വീട്ടിനകത്ത് വെച്ചിട്ട് ഗ്യാസ് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഗ്യാസ് കുറ്റിൻ്റെ അടുക്കളയിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ ഈ അമ്മ നോക്കിയപ്പോൾ അടുക്കള കുറ്റിക്ക് അടിയിൽ നിന്ന് ഒരു സാധനം ഇറങ്ങിയിരുന്നു. അമ്മ ഇറങ്ങി വന്നത് അമ്മ കാലുകൊണ്ട് കിണ്ടി വെളിയിൽ കളഞ്ഞിട്ട് ഇങ്ങനെ കാലുകൊണ്ട് തട്ടിയതും അത് നേരെ അമ്മയുടെ കാലിലേക്ക് അടിച്ചു. ആ അണലി ഉള്ള സ്ഥലമുള്ള ആ ഒരു ഏരിയ. അപ്പോൾ അമ്മ കടിച്ചിട്ട് അമ്മ മിണ്ടില്ല. അമ്മ അതിനകത്തിരുന്ന് ഞെക്കിയൊക്കെ കളഞ്ഞ് അതിനെ തല്ലി കൊന്നിട്ട് വൈകിട്ട് 5:30 മക്കൾ വരുന്നത്. അവർക്ക് ഗവൺമെൻറ് സർവീസ് ഇരിക്കുന്നത്. അപ്പോൾ മക്കളൊന്ന് പറഞ്ഞ് മോനെ എന്നെ എന്തോ കടിച്ചിടാ, കാലിൽ വേദനയുണ്ട്. അപ്പോൾ മക്കൾ വന്നപ്പോൾ മുഖത്തൊക്കെ നീരായി, കാലിലൊക്കെ നീരായി. നിർഭാഗ്യം എന്ന് പറയട്ടെ, അന്ന് പിറ്റേന്ന് ഉച്ചയോടെ അമ്മ മരണപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് കുറ്റി കൊണ്ടുവരുമ്പോഴത്തേക്ക്, അങ്ങനെ നമ്മൾ പുറത്തുനിന്നൊരു പാർസൽ കൊണ്ടുവരുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾ എപ്പോഴും അവിടെ വെച്ചിട്ട് അതൊന്ന് മറിച്ച് ഗ്യാസ് കുറ്റി ഒന്ന് മറിച്ച് കൊടുക്കണം. ഗ്യാസ് കുറ്റി ചിലപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനകത്തൊക്കെ ചെറിയ പാമ്പുകൾ നമ്മൾ അറിയാൻ പറ്റില്ല. ഇപ്പോൾ വലിയ ഒരു മൂർഖൻ പാമ്പിൻ്റെ കടി പോലെയല്ല ഒരു ചെറിയ മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റെന്ന് പറഞ്ഞ് മരണം സംഭവിക്കാൻ പോകുന്നില്ല, ഒരാൾ മരിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്നാലും കടി കിട്ടിയാൽ നമ്മൾ പേടിക്കുമ്പോൾ നമുക്ക് BP കൂടിയിട്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് മരണം സംഭവിക്കും. അപ്പോൾ അതൊക്കെ ശ്രമിക്കും. അണലിയുടെ പ്രത്യേകത, അണലി ജനിച്ച് മൂർഖൻ പാമ്പ് ജനിച്ച് മണിക്കൂറോ ദിവസം കഴിച്ച് പറഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകുന്നില്ല. പക്ഷേ അണലി അങ്ങനെ, അണലി ജനിച്ച് 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവൻ അപഹരിക്കാൻ കഴിവുള്ള അത്രയ്ക്കുള്ള വേണം. അത് നമ്മുടെ ചെറുതാണെങ്കിൽ പോലും നമ്മുടെ കിഡ്നിയെ എഫക്ട് ചെയ്ത് കിഡ്നിയുടെ പ്രവർത്തനം നിലപ്പിച്ചുകൊണ്ട് നമുക്ക് ബ്ലഡിൻ്റെ പമ്പിങ് കുറച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക, ബ്ലഡ് ചെറിയ ഞരമ്പുകളൊക്കെ പൊട്ടി ബ്ലഡ് നമ്മുടെ രോമകൂപത്തിൽ കൂടെയും യൂറിനിൽ കൂടെയും നമ്മുടെ പല്ലിൻ്റെ ഗ്യാപ്പിൽ കൂടെയൊക്കെ പുറത്തേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സിംറ്റംസ് കാണിക്കുകയുള്ളൂ. അതും അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പുകൾ ഏതെല്ലാം? ഏറ്റവും കൂടുതൽ വിനമുള്ള പാമ്പുകൾ എന്നുള്ളത്, ഏറ്റവും കൂടുതൽ അപകടകാരി എന്നറിയപ്പെടുന്നത് നമുക്ക് റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന അണലിയുടെ കടിയേറ്റാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ മരണപ്പെടുന്നത്. അണലി ഫാമിലി ഇപ്പം നമുക്കറിയാം, അംബിനോസർ പിറ്റ് വൈപ്പർ കടിയടിച്ചിട്ട് മരണപ്പെടുന്നു, മലബാർ പിറ്റ് വൈപ്പർ കടിച്ചിട്ടാണ് മരണമില്ല. പക്ഷേ ഏറ്റവും അപകടകാരി നമുക്ക് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ സ്ഥിരം ഇഷ്ടംപോലെ കണ്ടുവരുന്നതാണ് റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന. റസൽസ് വൈപ്പറിൻ്റെ മലയാളം തന്നെ രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന പാമ്പെന്നാണ്. അദ്ദേഹത്തിനാണ് പ്രജനനം കൂടുതൽ. അദ്ദേഹത്തിൻ്റെ ഇണ ചേർന്ന് കഴിഞ്ഞാൽ 40, 50, 60 കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അതുമാത്രം അവർക്ക് ചെറിയ സൈസ് നമുക്ക് കറുത്ത കളർ അടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ കരിയിലയുടെ കളർ അടങ്ങുന്നുണ്ട്, അവർക്ക് ഒളിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് മൂർഖൻ അങ്ങനെയല്ല. മൂർഖൻ എവിടെയെങ്കിലും ഇരുന്നാലും എന്തെങ്കിലും ജീവിയുടെ ഇങ്ങനെ പറന്നു പോയാൽ മാത്രമേ അവൻ പെട്ടെന്ന് ഇങ്ങനെ പത്തി എടുക്കും. അവനെ ഈ ബലിക്കാക്ക ഉൾപ്പെടെ ഉള്ളവർ അവനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവന് കുറേ എണ്ണം കുറയ്ക്കാണ്ട് കഴിയും. അണലി അങ്ങനെയല്ല. അണലി ചപ്പിനകത്ത് ഇരിക്കുന്ന അറിയുകയില്ല, ചെന്ന് ചവിട്ടുമ്പോൾ കടി വാങ്ങിക്കുന്നു. ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്ന, ഏറ്റവും വീര്യം കൂടി നമ്മൾ കടിയേറ്റ് കഴിഞ്ഞാൽ വളരെ അനുഭവിച്ച്, വളരെ ബോഡി പെയിൻ അനുഭവിച്ച് കാലും കയറി കയ്യും കയറി അങ്ങനെ മരണത്തിലേക്ക് പോകുന്നത് അണലി തന്നെയാണ്. പിന്നെ നമുക്ക് ഏറ്റവും വലിയ അപകടകാരി എന്നറിയപ്പെടുന്നത് മൂർഖൻ അഥവാ കോബ്രയാണ്. പിന്നെ അപൂർവമായിട്ട് മാത്രമാണ് ക്രൈറ്റിൻ്റെ കടിയേൽക്കുന്നത്. ചങ്കൂരിൻ്റെ എണ്ണം കുറഞ്ഞു. എനിക്കിപ്പോൾ 39 വർഷത്തെ സർവീസിനുണ്ട്. എനിക്ക് തന്നെ ഒന്നൊരു 300-ൽ താഴെ മാത്രം. അത് ഞാൻ ആദ്യകാലത്ത് പാമ്പ് പിടുത്തക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പിടിവിടാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ വല്ല 10-15 മാത്രമേ ആൾക്കാർക്ക്. ഏറ്റവും എണ്ണത്തിൽ കുറവാണ് ശങ്കുരൻ പാമ്പ്. പക്ഷേ വേറെ പ്രത്യേകമുള്ള ശങ്കുരൻ പാമ്പ് രാത്രി സഞ്ചാരി ആയതുകൊണ്ട് നമ്മൾ കാണാത്തത്. ബാക്കി എല്ലാ പാമ്പുകളും ഫുൾ ടൈം സഞ്ചരിക്കുന്നു. ഇപ്പോൾ മൂർഖൻ പകലും രാത്രിയും സഞ്ചരിക്കുന്നു, അണലി രാത്രിയും പകലും സഞ്ചരിക്കുന്നു, പെരുമ്പാമ്പ് രാത്രിയും പകലും സഞ്ചരിക്കുന്നു, കാട്ടുപാമ്പ് രാത്രിയും പകലും സഞ്ചരിക്കുന്നു, ചേര പകൽ മാത്രം സഞ്ചരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഇവിടെ സഞ്ചാരത്തിന് പ്രത്യേകത. പക്ഷേ ഇപ്പോൾ ഇവർക്ക് ടെറിട്ടറി എന്നൊരു സാധനമില്ല. പിന്നെ ടെറിട്ടറി എന്നുള്ള കോബ്രയ്ക്ക് മാത്രം ടെറിട്ടറി ഉണ്ട്. കാരണം കോബ്ര മൂർഖൻ പാമ്പ് എവിടെയുണ്ടോ അവിടെ മറ്റുള്ള പാമ്പുകളുടെ എണ്ണം കുറയും. കാരണം മൂർഖൻ പാമ്പ് അണലിയെ ഭക്ഷിക്കുന്ന വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മൂർഖൻ പാമ്പ് ക്രൈറ്റിനെ ഭക്ഷിക്കുന്ന വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മൂർഖൻ പാമ്പ് ചേരയെ ഭക്ഷിക്കുന്ന വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മൂർഖനെ ഭക്ഷിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ചേരയെ ഭക്ഷിക്കുന്ന വീഡിയോ. പക്ഷേ ഇന്ന് വരെ ഒരു അണലിയെ ഭക്ഷിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ശങ്കുരൻ പാമ്പ് എല്ലാത്തിനെയും കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പറ്റിയുള്ളത്. ഏറ്റവും അപകടകാരി നമുക്ക് രാജൻ തന്നെയാണ്. കടി ഏറ്റവും കൂടുതൽ കിട്ടുന്നതും അപകടം കിട്ടുന്നതും അണലിയുടെ കടി, മൂർഖൻ്റെ കടി, രണ്ടുപേരുടെ കടിയായിട്ടാണ് കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത്. പക്ഷേ ഇത്രയും വർഷത്തിനിടയിൽ വളരെ അപൂർവ ആൾക്കാരും മാത്രമേ ശങ്കുരൻ പാമ്പിൻ്റെ കടിയേറ്റ് മരണം സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ ഒരു സമയത്ത് ഭയമല്ല കരുതലാണ് വേണ്ടതെന്ന് തന്നെയാണ് ബാബ സുരേഷ് നമ്മളോട് പറയുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.